Hi dear students, welcome to SRJ online classes. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിവിഷൻ ക്ലാസ്സിലെ മാത്സിലെ റിവിഷൻ ക്ലാസ്സിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഏഴാമത്തെ ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് പെർമ്യൂട്ടേഷൻ മുഴുവൻ പറയും, രണ്ടാമത്തേലെ കോമ്പിനേഷൻ. അങ്ങനെ രണ്ട് പാർട്ട് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത് ഒറ്റ പാർട്ടിൽ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും നിങ്ങൾക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് എന്താണോ അതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ അത് പെർമ്യൂട്ടേഷനിലാണോ കോമ്പിനേഷനിലാണോ എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കണം. പെർമ്യൂട്ടേഷൻ പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച്മെൻറ്റ് കൗണ്ട് ചെയ്യുന്ന രീതിയാണ് പെർമ്യൂട്ടേഷൻ. കോമ്പിനേഷൻ പറഞ്ഞാൽ സെലക്ഷൻ കൗണ്ട് ചെയ്യുന്ന രീതിയാണ്. രണ്ട് മാറ്റം. അത് പെർമ്യൂട്ടേഷൻ പറയുമ്പോൾ അറേഞ്ച്മെൻറ്റോ, അതായത് ഡിജിറ്റ്സുകളുടെ അറേഞ്ച്മെൻറ്റോ, നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ക്ലാസ്സിൽ കുട്ടികളുടെ അറേഞ്ച്മെൻറ്റ് കൗണ്ട് ചെയ്യുന്നു. ബോയ്സ് എത്ര രീതി, ഗേൾസ് എത്ര രീതിയിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ എത്ര അറേഞ്ച്മെൻറ്റ് വരാം എന്ന രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ് കൗണ്ട് ചെയ്യുന്നതാണ് പെർമ്യൂട്ടേഷൻ. കോമ്പിനേഷൻ ആണെങ്കിൽ സെലക്ഷൻ, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യാൻ വഴിയും, അല്ലെങ്കിൽ 10 പേരിൽ നിന്ന് 7 പേരടങ്ങുന്ന എത്ര ടീം ഉണ്ടാക്കാം, അല്ലെങ്കിൽ 20 പേരിൽ നിന്ന് 11 പേരടങ്ങുന്ന എത്ര ടീം ഉണ്ടാക്കാം എന്ന രൂപത്തിലുള്ള സെലക്ഷന്. അതുപോലെ ഷെയ്ക്ക് ഹാൻഡ്, ഒരു മീറ്റിങ്ങിൽ ഇത്ര പേര് പരസ്പരം കൈ കൊടുത്തു എങ്കിൽ ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടാവും, ഷെയ്ക്ക് ഹാൻഡിൻ്റെ എണ്ണം കാണാനോ. അതുപോലെ നമ്പർ ഓഫ് മാച്ചുകളോ, ഒരു ടീമും മത്സരിക്കുമ്പോൾ എത്ര മാച്ചുകൾ ടോട്ടൽ ഉണ്ടാവാം, അത് കൗണ്ട് ചെയ്യുന്ന രീതിയാണ് കോമ്പിനേഷൻ. അതുപോലെ നിങ്ങൾക്ക് ജോമെട്രിക്കലാവുന്ന ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഏത് പ്രോബ്ലം ഉപയോഗിച്ചാലും, അതായത് ട്രയാങ്കിളിൻ്റെ എണ്ണം, റെക്റ്റാങ്കിളിൻ്റെ എണ്ണം, അതുപോലെ പോളികളുടെ ഏത് ഡയഗണലിൻ്റെ എണ്ണം ചോദിച്ചാലും, സ്ട്രെയിറ്റ് ലൈൻ്റെ എണ്ണം ചോദിച്ചാലും, നിങ്ങൾക്ക് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണോ എങ്കിൽ കോമ്പിനേഷൻ. അതുപോലെ സെലക്ഷൻ ഓഫ് കാർഡ്സ്, ചീട്ട് കളിക്കുന്ന കാർഡ്സിൻ്റെ സെലക്ഷൻ ഉണ്ടല്ലോ, അതും കോമ്പിനേഷനാണ്. പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റ്, കോമ്പിനേഷൻ ബേസിക്കലി സെലക്ഷൻ. അതിൽ പറയുന്ന പ്രത്യേക ഷെയ്ക്കായ നമ്പർ ഓഫ് മാച്ചസ്, അതുപോലെ ജോമെട്രിക്കൽ ഫിഗേഴ്സ്, അതൊക്കെ സെലക്ഷനായിട്ട് അതിൽ പറയുന്നില്ലെങ്കിലും അതൊക്കെ കോമ്പിനേഷനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെർമ്യൂട്ടേഷനിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് റാങ്ക് കാണുന്ന, അതായത് ഡിക്ഷണറിയിലെ അറേഞ്ച്മെൻറ്റ് റാങ്ക് കാണുന്ന ദിവസം വരാം, അതും പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ പറയുമ്പോൾ അറേഞ്ച്മെൻറ്റ് കൗണ്ട് ചെയ്യുന്ന രീതിയാണ് പെർമ്യൂട്ടേഷൻ. അതായത് ഇപ്പോൾ NPR എന്നാണെങ്കിലും ഫോമുല, ആക്ച്വൽ ഫോമുല പഠിച്ചിട്ടുണ്ട്. NPR പറഞ്ഞ പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ R അറ്റ് എ ടൈം. അതായത് ടോട്ടൽ n ഒബ്ജക്റ്റുകൾ അതിൽ ഒരു സമയത്ത് എടുക്കുന്ന എണ്ണം 6 ആണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൗണ്ടിങ് ചെയ്യുന്നതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് NPR. അതിൻ്റെ ഫോമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഹോൾ ഫാക്ടോറിയൽ. അതിൽ ഈ സ്മോൾ r ഇവിടുത്തെ n-നേക്കാളും ചെറുതോ ഈക്വൽ ആവാ 0യുടെയും മുകളിലുമായിരിക്കണം. ഒരിക്കലും താഴത്താളും മുകളിലത്തേക്കാൾ വലുതാവരുത്. അതിന് പ്രത്യേക സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ഫോർമുലാസ്, അതിൻ്റെ ബാക്കിയായി സ്പെഷ്യൽ കേസായിട്ട് പറയുന്നത് NP01, NP1n, അതായത് ഏത് നമ്പർ P01 ആണ്, ഏത് നമ്പർ P1 n ആണ്, അറേഞ്ച്മെൻ്റ് ആണ്. ദെൻ NPn ആണെങ്കിൽ സെയിം ആണെങ്കിൽ n ഫാക്ടോറിയൽ. അതേപോലെ NP2 ആണെങ്കിൽ പിയുടെ താഴെ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ ഫോമുല കൊടുക്കണമെന്നില്ല. ഫോമുല കൊടുത്തിട്ട് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറുതാക്കിയാൽ കിട്ടുന്ന ആൻസർ ഇങ്ങനെ വരുള്ളൂ. NP2 പറഞ്ഞാൽ എന്നിൽ ഇവിടെ പിയുടെ താഴെ നമ്പർ ആണെങ്കിൽ ഈ മുകളിലത്തെ നമ്പറിൽ തുടങ്ങാം. ദെൻ അതിൽ 1 മൈനസ് ചെയ്യാം. 1 മൈനസ് ചെയ്യാം. എന്നിന് തൊട്ട് മുമ്പുള്ള മൈനസ് n മൈനസ് 1, തൊട്ട് മുമ്പുള്ള മൈനസ് 1, അതായത് n ഇൻറ്റു n മൈനസ്, അതായത് 1 മൈനസ് n മൈനസ് 1, അവ തമ്മിൽ ഇൻറ്റു n മൈനസ് 1. ഇവിടെ 2 ആയതുകൊണ്ട് 2 നമ്പറത്തെ സ്റ്റോപ്പ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ ഫാക്ടോറി പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 9 ഫാക്ടോർ പറഞ്ഞാൽ 9 ഇൻറ്റു 8 ഇൻറ്റു എന്ന രൂപത്തിലല്ലേ, 1 കുറഞ്ഞല്ലേ പോകുന്നത്. n ഫാക്ടോർ പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് എക്സെട്ര, 1 കുറഞ്ഞല്ലേ പോവുക. ആ രൂപമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഫാക്ടോർ നിങ്ങൾ ഓൾറെഡി അറിയുന്നത് കൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. NP2 പറഞ്ഞാൽ എന്നിൽ തുടങ്ങാം, n ഇൻറ്റു n മൈനസ് 1, 2 നമ്പറത്തെ സ്റ്റോപ്പ് ചെയ്തു. 3 ആണെങ്കിലോ 3 നമ്പർ വേണം, n ഇൻറ്റു n മൈനസ് 1, n മൈനസ് 2.
4 ആണെങ്കിലോ 4 നമ്പർ വേണം. n ഇൻറ്റു n മൈനസ് n മൈനസ് n മൈനസ് 3 4 ഫാക്ടറായി. ഇനി നോക്കൂ n മൈനസ് 1 P3 ഇവിടെ n മൈനസ് 1 ഇല്ലാതെ തുടങ്ങിയതോ. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇവിടെ 3 ആയതുകൊണ്ട് 3 നമ്പർ. അത് നിങ്ങൾക്ക് അതിലെ സ്പെഷ്യൽ കേസ് ഈ ഫോർമുല പിയുടെ താഴെ നമ്പർ അല്ലാതെ വരുമ്പോൾ ഈ ഫോർമുല കൊടുത്താൽ മതി. നമ്പർ ആണെങ്കിൽ ഈ രൂപത്തിൽ എഴുതിയാൽ പെട്ടെന്ന് ആൻസർ എത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. P3 is to NP4 equal to 1:9. ഫൈൻഡ് ചെയ്യാൻ റേഷ്യോ വെച്ചിട്ടാണ്. അത് NP പെർമ്യൂട്ടേഷൻ കൂടിയാണ്. അപ്പം നിങ്ങൾക്കറിയാം റേഷ്യോ ഓൾറെഡി A:B ഈക്വൽ ടു C:D എന്നാണെങ്കിൽ A/B ഈക്വൽ ടു C/D. A/B ഈക്വൽ ടു C/D. അത് ഏത് പൊട്ടും അറിയുന്നതാണ്, റേഷ്യോ പണ്ട് മുതൽ അറിയുന്നതാണല്ലോ. അതേ രീതിയിൽ ഇതിന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? n-1 P3 by n-1 P3 by NP4 equal to 1/9. ജസ്റ്റ് ഈ രൂപത്തിൽ കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്കറിയാം n-1 P3യുടെ ഫോർമുല n-1 P3 n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3. ഈ ഫോർമുല കൊടുക്കേണ്ട പേര് താഴെ നമ്പർ ആണെങ്കിൽ മുകളിൽ തുടങ്ങാം, 1 മൈനസ് ചെയ്തിങ്ങനെ പോവാം. എത്രയാണ് ഇവിടെ ഉള്ളത് അത്രയും നമ്പേഴ്സ് എത്താൻ സ്റ്റോപ്പ് ചെയ്യാം. by NP4 n into n-1 into n-2 into n-3 equal 1/9. ഇനി ഇവിടെ നോക്കുക n-3 ടപ്പ്, n-2 n-1 എല്ലാം ടപ്പ്. ഇത് ബാക്കി എന്താ ഉള്ളത്? 1/n equal 1/9, that is equal n equal to 9. അത്രയുള്ളൂ ചെയ്യാനുള്ളത്. ഈ ഫോർമുല കൊടുക്കുകയാണെങ്കിൽ ഒരു ലെങ്തി ആവും. അതുകൊണ്ടാണ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല കൊടുത്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഓക്കെ, യെസ്. അപ്പോൾ അത്രയുള്ള ക്വസ്റ്റ്യൻ ആൻസർ വളരെ സിമ്പിളാണ്. NP5 ഈക്വൽ 42 ഇൻറ്റു NP3 ഫൈൻഡ് ചെയ്യാൻ സിമ്പിളാണ്. നേരിട്ട് അവർ റേഷ്യോ ഒന്നുമില്ല. റേഷ്യോ ആണെങ്കിൽ A/B ഈക്വൽ C/D എന്നാക്കാം. ഇവിടെ റേഷ്യോ ഒന്നുമില്ല, നേരിട്ട് ഫോർമുല കൊടുത്ത് പോവാം. യെസ്, അല്ലെങ്കിൽ ഇതിങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം, എങ്ങനെയും ചെയ്യാം. NP5 ഈ മോഡൽ ഫോർമുല കൊടുക്കുമ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4. ഇവിടെ 5 ആയതുകൊണ്ട് 5 നമ്പർ വരണം, 5 ഫാക്ടർ വരണം. ഈക്വൽ ടു 42 ഇൻറ്റു NP3 n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് വരുന്നവരെ ടപ്പേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ബാക്കി? n-3 ഇൻറ്റു n-4 ഈക്വൽ ടു 42. ഈ n- ഫാക്ടേഴ്സ് രണ്ട് ഫാക്ടറല്ലേ, അത് എക്സ്പാൻഡ് ചെയ്താൽ n² -4n -3n +12 ഈക്വൽ ടു 42. അത് ഏത് പൊട്ടർ മനസ്സിലാവും എക്സ്പാൻഡ് ചെയ്താൽ. ദെൻ ബാക്കി n² -4n -3n 7n 12 42 കൊണ്ടുവന്നാൽ -12 -42 -30 0. ഇത് സെക്കൻഡ് ഡിഗ്രി ആയി നിങ്ങൾക്ക് പല രൂപത്തിൽ ചെയ്യാൻ കഴിയുമല്ലോ. ഫാക്ടറൈസ് ചെയ്തിട്ടോ -b ± b² - 4ac എന്ന ഫോർമുല കൊടുത്തിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതെന്താവട്ടെ, ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ കൂട്ടിയപ്പോൾ 2 നമ്പർ കൂട്ടിയാൽ -7, മൾട്ടിപ്ലൈ ചെയ്താൽ -30. നമ്മളെങ്ങനെ ചെയ്തും? A-10 ഇൻറ്റു A+3 എന്നല്ലേ വരിക. 10ഉം -3 അല്ലേ. നോക്കൂ, ഇവിടെ -10ഉം +3 അല്ലേ വരിക. അതായത് n-10 ഇൻറ്റു 3 n-10 ഇൻറ്റു n+3 കൂട്ടിയാൽ -7ഉം മൾട്ടിപ്പിൾ -13 കിട്ടുന്ന നമ്പേഴ്സ് -10ഉം 3 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് n-10 ഇൻറ്റു n+3 0 എങ്കിൽ n എന്തൊക്കെയാവാം? 10 ആവാം, -3 ആവാം. പക്ഷേ n ഒരിക്കലും നെഗറ്റീവ് ആവില്ല. n നെഗറ്റീവ് ആവില്ല പെർമ്യൂട്ടേഷനിൽ. ഫാക്ടർ നെഗറ്റീവ് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട്. അപ്പം നെഗറ്റീവ് ആവില്ല, ഇത് പോസിബിൾ അല്ല. അപ്പോൾ n ഈക്വൽ ടു 10. ചെയ്ത് മനസ്സിലായോ? യെസ്, അതാണ് ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത്. നെഗറ്റീവ് വരുന്നത് ഒഴിവാക്കി തന്നെ വേണം. ഇനി അതിൽ പിയുടെ താഴെ നമ്പർ അല്ലാതെ വന്നാൽ ലെറ്റർ വന്നാൽ എങ്ങനെ ചെയ്യുക? ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ക്വസ്റ്റ്യൻ കണ്ടോ? ഈ 5PR = 6PR - 1
പിയുടെ താഴെ നമ്പർ അല്ല ലെറ്റർ ആണ്, ഫൈൻഡ് സ്മോൾ ആർ കണ്ടെത്തണം. യെസ്, അപ്പോൾ ആ എഴുതിയത് പിയുടെ താഴെ നമ്പർ അല്ലാതെ വന്നാൽ നിങ്ങൾ ജനറൽ ഫോമുല കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. ജനറൽ ഫോമുല തന്നെ കൊടുക്കണം. NPR അതിനെ 5PR കമ്പയർ ചെയ്യുമ്പോൾ 5PR എന്ന് എഴുതാം 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ. 5 മൈനസ് ആർ ഫാക്ടോറിയൽ. സിമിലർലി 6PR മൈനസ് 1 ആണെങ്കിൽ 6PR ബൈ എന്നിന് പേര് 6 ഫാക്ടോറിയൽ ബൈ ആറിന് പേര് ആർ മൈനസ് 1 കൊടുക്കുമ്പോൾ 6 മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. N മൈനസ് ആർ 6 മൈനസ് ആറിന് പേര് ആർ മൈനസ് 1. ആ ബ്രാക്കറ്റ് വേണം, കാരണം ഈ ആറിന് പകരമാണ് ആർ മൈനസ് 1. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 6 മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് ആർ ഫാക്ടോറിയൽ. മനസ്സിലായോ? യെസ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കുക. 6 മൈനസ് ആർ മൈനസ് 1 ആയതുകൊണ്ട് ആ -1 -7 എന്നായി മാറും. അത് ഒറ്റടിക്ക് ഇപ്പോൾ ഈ 5PR മൈനസ് 1 ആണെങ്കിൽ ഈ ആൻസർ എന്താ? 5 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാവും. 4PR മൈനസ് 1 ആണെങ്കിൽ 4 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാവും. ഒറ്റടിക്ക് അങ്ങനെ എഴുതാൻ കഴിയാൻ അങ്ങനെ എഴുതാം. അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചെന്നാണ്. അതാണ് ആ ക്വസ്റ്റനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കൂ, 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് ആർ ഫാക്ടോറിയൽ. ജസ്റ്റ് ഈ രണ്ട് കാര്യം അവിടെ കൊടുത്തതേ ഉള്ളൂ. ഇനി അത് ശ്രദ്ധിക്കണം. ഇനി അത് ശ്രദ്ധിക്കേണ്ട കറക്റ്റോ? നമുക്ക് വേണ്ടത് സ്മോൾ ആർ ആണല്ലോ, വേരിയബിൾ ആർ ആണല്ലോ. അപ്പോൾ വേരിയബിൾ ഉള്ളവരൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം, ആറുള്ളതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം, നമ്പേഴ്സിനൊക്കെ മറ്റൊരു സൈഡിലേക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 7 മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഇനി വലുത് ഏത് ചെറുത് നോക്കണേ. ഇവിടെ നിങ്ങൾക്ക് ഏത് പൊട്ടൻ മനസ്സിലാവും? ഏതാ വലുത്? 6 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ 6 ഫാക്ടോറിയൽ നമുക്ക് 6 ഫാക്ടോറിയൽ നമുക്ക് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു അങ്ങനെയല്ലേ എഴുതാറ്. ഇതിന് 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. കാരണം 5 ഫാക്ടോറിയൽ 5 മുതൽ 1 വരെ. അപ്പോൾ 6 മൾട്ടിപ്പിൾ ചെയ്താൽ 6 ഫാക്ടോറിയലായി. എന്തിനാ അങ്ങനെ എഴുതിയത്? ഇവിടെ നിങ്ങൾക്ക് 5 ഫാക്ടോറിയലുണ്ടോ വെട്ടിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ കൺവേർട്ട് ചെയ്തത്. അതുപോലെ ഇവിടെ 7 മൈനസ് ആർ ഫാക്ടോറിയൽ. 7 മൈനസ് ആറിനെ 1 കുറച്ചാൽ 6 മൈനസ് ആറ്, വീണ്ടും 1 കുറച്ചാൽ 5 മൈനസ് ആറ്, അങ്ങനെ പോവും. 5 മൈനസ് ആർ ഫാക്ടോറിയൽ. എന്തിനാ 5 മൈനസ് ആർ എത്തിയ ഫാക്ടോറിയൽ ഇട്ടത്? ബാക്കി എഴുതാതെ ഇവിടെ 5 മൈനസ് ആർ ഉണ്ട്. അതെന്താ 6 മൈനസ് ആറിന് കൊടുക്കാതെ? 6 മൈനസ് ആർ ഫാക്ടോറിയൽ നിർത്തിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ 5 മൈനസ് ആറാണ്, അത് എത്തുന്നത് വരെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ആ വേണ്ടത് എത്തിക്കഴിഞ്ഞാൽ ഫാക്ടോറിയൽ കൊടുത്തോളൂ. കാരണം അതിന് ശേഷമുള്ളത് ഒന്നിച്ചതിന് പകരമാണ് ഫാക്ടോറിയൽ. അപ്പോൾ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ. യെസ്, അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ മുകളിലും താഴെയും ടപ്പേ കഴിഞ്ഞാൽ ഇവിടെ നോക്കാം നിങ്ങൾക്ക്. ഇവിടെ ഇത് ക്യാൻസൽ, ഇവിടെ ക്യാൻസൽ. ബാക്കി ഇത് എക്സ്പാൻഡ് ചെയ്താൽ 42 മൈനസ് 7r മൈനസ് 6r പ്ലസ് മൈനസ് ആർ ഇൻറ്റു മൈനസ് ആർ പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 6. ഈ 6 ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 13r. 42 മൈനസ് 6 പ്ലസ് 36 0, ദാറ്റ് ഈസ് ആഡ് ചെയ്താൽ മൈനസ് 13 മൾട്ടിപ്ലൈ ചെയ്താൽ 36. ഈസ് -9ഉം -4 അല്ലേ? ദാറ്റ് ഈസ് r -9 ഇൻറ്റു r -4 0, r ഈക്വൽ ടു 9 ആൻഡ് r ഈക്വൽ ടു 4. അതിൽ ഏതെടുക്കും? 2 എഴുതരുത്. ഏതെടുക്കുക? നമുക്കറിയാം ഈ r ഒരിക്കലും ഇതിനേക്കാളും വലുതാവരുത്. അപ്പോൾ 5ൻ്റെ മുകളിലാവരുത് 6. അപ്പോൾ ഏത് മാത്രം? r ഈക്വൽ 4, r 9 പോസിബിൾ അല്ല. കാരണം 5p9 എന്നായി മാറും ഇവിടെ കൊടുക്കുമ്പോൾ, അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ r ഈക്വൽ 4. അപ്പോൾ ഐഡിയ കിട്ടിയോ? നമ്പർ അല്ല, ഇത് ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ ജനറൽ ഫോമുല തന്നെ കൊടുക്കണം. നമ്പർ ആണെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന പെട്ടെന്ന് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോമുല കൊടുക്കാം. യെസ്, ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. എങ്കിൽ നെക്സ്റ്റ് അതിൽ വേർഡ്സിൽ അറേഞ്ച്മെൻറ്റാണ് പെർമ്യൂട്ടേഷൻ പറഞ്ഞു. അറേഞ്ച്മെൻറ്റ് വരുന്ന രീതിയിൽ ക്വസ്റ്റനാണ്. ആ ക്വസ്റ്റൻ നോക്കൂ.
യെസ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ട്യൂസ്ഡേ എന്നൊരു വേർഡ്. ആ വേർഡ്സിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വേർഡ്സ് നിർമ്മിക്കാം? അത് മീനിങ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ലെറ്റേഴ്സ് അങ്ങനെ മാറ്റി മാറ്റി കളിക്കുമ്പോൾ എത്ര വേർഡ്സ് മാക്സിമം ഉണ്ടാക്കാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിൽ ഫസ്റ്റ് ലെറ്റർ ഓൾവേസ് ടി, ലാസ്റ്റ് ലെറ്റർ ഓൾവേസ് വൈ ആവുന്ന രീതിയിൽ എത്ര വേർഡ്സ് നിർമ്മിക്കാം? ഫസ്റ്റ് പറഞ്ഞ മാക്സിമം എല്ലാം പറ്റും. രണ്ടാമത്തെ പ്രത്യേക കണ്ടീഷൻ പറഞ്ഞു ഫസ്റ്റ് ലെറ്റർ തീയും വരണം, ലാസ്റ്റ് ലെറ്റർ വൈയും വരണം. അങ്ങനെ എത്ര വേർഡ്സ് നിർമ്മിക്കാം നോക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ വേർഡ്സ് ആണ്. ഈ ഓരോ ലെറ്റർ മാറുന്നതിനനുസരിച്ച് വേർഡ്സ് മാറി കളിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെറ്റേഴ്സ് കൊണ്ട് ചെയ്താൽ മതി അല്ലേ? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7. 7 ലെറ്ററിൽ ഇന്നതെ ഉപയോഗിക്കാൻ പാടുള്ള പാടില്ല, ഏത് ഉപയോഗിക്കാം? അപ്പോൾ 7 ലെറ്റേഴ്സും ഒരേ സമയം ഉപയോഗിക്കണം. ദാറ്റ് ഈസ് 7p7. അറേഞ്ച്മെന്റ് ആകുമ്പോൾ പി ടോട്ടൽ ഇവിടെ ഒരു സമയത്ത് ഉപയോഗിക്കുന്നു ഇവിടെ, അതുകൊണ്ട് 7p7 7 ഫാക്ടോറിയൽ. അത് എത്ര ആവട്ടെ അത്ര എത്ര ഫുൾ മാർക്ക് തരും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ? ടീയിൽ തുടങ്ങണം, വൈയിൽ അവസാനിക്കണം. ബാക്കി ഏത് ലെറ്റർ ഇവിടെ വന്ന് കണ്ടിരിക്കാം. ഇതൊരിക്കലും മാറരുത്. അപ്പോൾ ഈ പൊസിഷനിൽ ആര് മാത്രമേ വരാൻ പാടുള്ളൂ? ടി മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൊസിഷനിൽ ഒരു ലെറ്ററേ ചോയ്സ് ഉള്ളൂ, ഒരു ലെറ്റർ മാത്രം. ഇവിടെയും ഒരു ലെറ്ററേ ചോയ്സ് ഉള്ളൂ, ഇവിടെയും ഒരു ലെറ്റർ. അപ്പം അങ്ങനെ ഏതെങ്കിലും ലെറ്റർ എവിടെയെങ്കിലും ഫിക്സ് ആക്കി പറഞ്ഞാൽ, ഒരു ലെറ്റർ പ്രത്യേകമായിട്ട് ഒരു പൊസിഷനിൽ ഫിക്സ് ആക്കി പറഞ്ഞാൽ അത് നിങ്ങൾ എണ്ണത്തിൽ കൺസിഡർ ചെയ്യേണ്ട. കാരണം അതിൻ്റെ ചോയ്സ് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏ നമ്പറിനോട് 1 ഇൻറ്റു ചെയ്താൽ ആ നമ്പറിൽ വരുള്ളൂ. അതുകൊണ്ട് അത് എണ്ണത്തിൽ കൗണ്ടിങ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബാക്കി ഇത് ഒഴിവാക്കി ബാക്കി എത്ര ലെറ്റർ ഉണ്ടാവും? ബാക്കി 5 ലെറ്റർ ഉണ്ടാവില്ലേ? ഈ 5 ലെറ്റർ പരസ്പരം എങ്ങനെ മാറിയാലും ഫസ്റ്റ് ടീം ലാസ്റ്റ് വൈയിൽ വരിക. അപ്പോൾ അവരുടെ അറേഞ്ച്മെന്റ് 5p5 5 ഫാക്ടോറിയൽ. അപ്പൊ സംശയം ഉണ്ടാവും 7p5 അല്ലേ വരേണ്ടതെന്ന്. 7p5 വരണമെങ്കിൽ എന്താ? ഇവർ രണ്ടും മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ 7 ലെറ്ററിൽ 5 ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെയല്ലല്ലോ. 7 ലെറ്റർ ഉണ്ട്, പക്ഷെ ഇതൊരിക്കലും മാറാൻ പാടില്ല. ചേഞ്ച് ചെയ്യുന്നവരെ നമ്മൾ കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടുള്ളൂ. ഇത് ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് അവരവിടെ ഫിക്സ് ആക്കി ബാക്കി 5. അതായത് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 5 ഫാക്ടോറിയൽ, ഇവിടെ ഒരു ചോയ്സ്, ഇവിടെ ഒരു ചോയ്സ്. 1 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 1. അതുകൊണ്ടാണ് 5 ഫാക്ടോറിയൽ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ട. ജസ്റ്റ് ആ ഫിക്സഡാക്കി പറഞ്ഞ ലെറ്റേഴ്സ് ഒഴിവാക്കി ബാക്കി കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡോട്ടർ എന്ന വേർഡ് അല്ലെ മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ആണ് ഡോട്ടർ ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യാം. ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? യെസ്, 8 ലെറ്റർ ഉണ്ട്. 8 ലെറ്റർ അറേഞ്ച് ചെയ്യുമ്പോൾ 8p8 ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ. അത് ഏത് പൊട്ടണം പറയാൻ പ്രശ്നമൊന്നുമില്ല. ദെൻ അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വവൽസ് ആർ ടുഗദർ. വവൽസ് ഒരുമിച്ച്, എല്ലാ വവൽ ഒരു കൂട്ടമായിട്ട്, വവൽ ഒരുമിച്ച് വരാൻ പാടുള്ളൂ. ഇവിടുത്തെ വവൽസ് ആരൊക്കെ? ഇവിടുത്തെ വവൽസ് എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. അവരൊരുമിച്ച്. ഇപ്പം നമ്മൾ പല ക്ലാസ്സിൽ കാണാം 3-4 പേര് ഒരുമിച്ച്. അതെങ്ങനെ ക്ലാസ് മാറ്റിയാൽ അവർ ഒരുമിച്ചേ പോവുള്ളൂ. ഏത് ക്ലാസ് കൊണ്ടുപോയിട്ടാലും അവർ ഒരുമിച്ചിരിക്കുള്ളൂ. എങ്ങോട്ട് ടൂർ പോവുകയാണെങ്കിൽ അവർ 3 പേര് അല്ലെങ്കിൽ 4 പേര് ഒരുമിച്ചായിരിക്കും. ഒരാളില്ലെങ്കിൽ മറ്റു പേരില്ല, അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ എന്ന രൂപത്തിൽ എടുക്കുന്ന കൂട്ടമുണ്ടാവും. അതുപോലെ ഇവിടെ വവൽസ് ഇവർ 3 പേര് ഒരുമിച്ച്. ഇവിടുത്തെ വവൽസ് ആരാണോ അവരൊരുമിച്ചായിരിക്കും. ഒരാൾ അങ്ങോട്ട് നീങ്ങിയാൽ ബാക്കി 2 പേരും അങ്ങോട്ട് നീങ്ങും. അപ്പം ഇവരൊരുമിച്ചാണ്, ബാക്കി DGHTR ഇവരൊരുമിച്ചാണ് ഒരു കൂട്ടം. ഇതിൽ എ ഇങ്ങോട്ട് മാറിയ യുവും ഈ മെനു കൂടെ പോകും. എ ലാസ്റ്റിലേക്ക് പോയാൽ ബാക്കി 2 ലെറ്റർ അങ്ങോട്ട് പോകും. അതാണ് ഒരുമിച്ച് പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അവർ മാറാം, പൊസിഷൻ മാറാം, പക്ഷെ ഒരുമിച്ചേ മാറുള്ളൂ. നേരത്തെ ഫിക്സഡ് ആയത് ഇവിടെ അങ്ങനെ ഫിക്സഡ് അല്ല, ഇവർ മാറി കളിക്കും, പക്ഷെ ഒരുമിച്ചേ പോവുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു യൂണിറ്റ് ആക്കി എടുക്കാം. അതൊരു കൂട്ടം, അതൊരു ലെറ്ററിനർത്ഥം. എന്നാൽ ഒരു ലെറ്റർ മാറിയാൽ തന്നെ ബാക്കി 2 പേര് മാറില്ലേ? അപ്പോൾ ഒരു ലെറ്റർ ആക്കി എടുക്കുന്നു. ബാക്കി 5 ലെറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ലെറ്റർ തുല്യം, ബാക്കി 5 ലെറ്റർ. അപ്പോൾ ടോട്ടൽ 6 ലെറ്റർ തുല്യമേ ഉള്ളൂ. 6 ലെറ്ററിന് അറേഞ്ച്മെന്റ് എത്ര? 6 ലെറ്റർ വരുമ്പോൾ 6 ഫാക്ടോറിയൽ. 6 ലെറ്റർ 6 ഫാക്ടോറിയൽ കഴിഞ്ഞിട്ടില്ല. ഇവർ തന്നെ, അതായത് ഇപ്പോൾ ആ 3 പേര് 4 പേര് ഒരുമിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മിഞ്ചിലിരുന്നാലും അവർ 4 പേര് പരസ്പരം മാറി ഇരുന്നൂടെ. അതുപോലെ ഇവർ 3 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഒരുമിച്ചാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം ഇവരുടെ മാത്രം അറേഞ്ച്മെന്റ് എത്ര? 3 ഫാക്ടോറിയൽ. അതാ ശ്രദ്ധിക്കുക. അതായത്
ഇവർ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതാണിത്. ഇത് ഒരു ഗ്രൂപ്പാക്കി എടുക്കുമ്പോൾ ഒരുമിച്ച് പറഞ്ഞ ഗ്രൂപ്പാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് ബാക്കി 5 ആണ്. ഇവർ ഈ ഡി ചിലപ്പോൾ ഇതിന് മുമ്പിൽ വരാം, എച്ച് ഇതിന് മുമ്പിൽ വരാം, ഈ ടി ഇതിന് മുമ്പിൽ വരാം. അതുകൊണ്ടാണ് അവർ ഓരോന്നോ എവിടെയും വരാം. പക്ഷെ ഇവർ 3 ഒരുമിച്ചായിരിക്കും. അതാണ് അത് 1. അപ്പോൾ 6 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. മനസ്സിലായോ? ആസുബാൽ മറ്റൊരു ദിവസം നോക്കൂ. ഇപ്പോൾ പോലീസ് എന്നൊരു വേർഡാണ്. ഇതിൽ വവൽസ് ഒരുമിച്ചാണെങ്കിൽ OIE ഒരുമിച്ച്, ഓക്കെ, PLC വവൽസ് ഒരുമിച്ച്, അത് 1 ഇത് 3. അപ്പോൾ എത്രയായി? 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ. പിന്നെ ഇവരുടെ മാത്രം അറേഞ്ച്മെൻറ്റ് ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതാണ് വവൽസ് ഒരുമിച്ച് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. വവൽസ് ഒരുമിച്ച്. യെസ്. ഇനി അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ വന്നാൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് കൗണ്ട് ചെയ്യുക? അതാണ് നെക്സ്റ്റ്. നോക്കൂ. മാത്തമാറ്റിക്സ് എന്ന വേർഡ്, ആ വേർഡ്സിലെ ലെറ്റേഴ്സ് മാറി മാറി ഉപയോഗിക്കുമ്പോൾ എത്ര വേർഡ്സ് മാക്സിമം ഉണ്ടാക്കാം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കണേ, ഇവിടെ ടോട്ടൽ ലെറ്റേഴ്സ് എന്ന് നോക്കാം. ടോട്ടൽ ലെറ്റേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അതും കൂടി കൊണ്ട് ടോട്ടൽ ലെറ്റേഴ്സ് എത്ര നോക്കാം? 11 ലെറ്റേഴ്സ്. അപ്പോൾ 11 ഫാക്ടോറിയൽ. 11 അറേഞ്ച്മെന്റ് 11 ഫാക്ടോറിയൽ. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ വരുന്നാൽ, അതായത് ഈ എയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ട് വേർഡ് മാറില്ലല്ലോ. ഈ എം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിചാരിച്ച് വേർഡ് മാറുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആക്കി കൗണ്ട് ചെയ്താണിത്. അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ വന്നാൽ അതിൻ്റെ ടോട്ടൽ ഓരോ ലെറ്റർ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നോ ആ എണ്ണത്തിൻ്റെ ഫാക്ടർ ഡിവൈഡ് ചെയ്യണം. ഇവിടെ എം 2 പ്രാവശ്യം, എ 2 പ്രാവശ്യം, പിന്നെ ടി 2 പ്രാവശ്യം. ഈ ഉണ്ടോ? എം 2, എ 2, ടി 2. അപ്പോൾ ഇവരുടെ ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ടോട്ടൽ ലെറ്റേഴ്സിൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്ററിന് ഓരോന്ന് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫാക്ടോറിയൽ. അതാണ് നമുക്ക് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് വന്നാൽ ചെയ്യുന്ന രീതി. അതിൽ തന്നെ സ്റ്റാർട്ട് വിത്ത് എം, എൻഡ് വിത്ത് എസ് പറഞ്ഞാൽ എമ്മിൽ തുടങ്ങുന്നു, എസ്സിൽ അവസാനിക്കുന്നു. അപ്പോൾ ഓരോ ലെറ്റർ അവസാനിക്കുന്നു തുടക്കുന്നു പറഞ്ഞാൽ അത് ഒഴിവാക്കി ബാക്കി കൊണ്ട് ചെയ്യുക. അപ്പോൾ 2 ഒഴിവാക്കി. അപ്പോൾ എത്ര? 9 ഫാക്ടോറിയൽ. ബാക്കിയുള്ളതിൽ 9 ബാക്കി നോക്കിയാൽ മതി. 9 ഫാക്ടോറിയൽ. അപ്പോൾ ഒരു എമ്മിൻ്റെ റിപ്പീറ്റേഷൻ കുറഞ്ഞു. ബാക്കി 9 ഒരു എം കുറഞ്ഞു. അപ്പോൾ ഒരു എം പോയി. ബാക്കി 2 ചെയ്യേണ്ട 2 ടി, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ വരുമ്പോൾ കൗണ്ടിങ്ങിൻ്റെ രീതി. അതിൽ തന്നെ വവൽസ് ഒരുമിച്ച് വരുന്നത് അങ്ങനെ തന്നെയാണ്. യെസ്. അത് പെർമ്യൂട്ടേഷൻസ് എന്ന വേർഡ്, അതിൽ ടോട്ടൽ ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ടോട്ടൽ ലെറ്റേഴ്സ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ എത്ര വേർഡ്സ് ഉണ്ടാവും? പെർമ്യൂട്ടേഷൻ എത്ര ലെറ്റേഴ്സ് നോക്കാം? 12, 12. അപ്പോൾ 12 ഫാക്ടോറിയൽ. റിപ്പീറ്റ് ചെയ്യുന്ന 2 ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഫാക്ടോറിയൽ. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്തു. പിന്നെ പിയിൽ തുടങ്ങുന്നതും എസ്സിൽ അവസാനിക്കുന്നതും, സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. അപ്പോൾ പിയിൽ തുടങ്ങുന്ന എസ്സിൽ അവസാനിക്കുന്ന അവർ ഒഴിവാക്കി. ബാക്കി 10 ഫാക്ടോറിയൽ. അതിൽ 2 ടി അഗെയിൻ 2 ഫാക്ടോറിയൽ. പിന്നെ വവൽസ് ഒരുമിച്ച്. വവൽസിൽ ആരൊക്കെ? എല്ലാ വവൽസുണ്ട്. എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, ഇ ഉണ്ട്. എ, ഇ, ഐ, ഒ, യു എല്ലാ വവൽസ് ഉണ്ട്. അതൊരു ഗ്രൂപ്പ്. ബാക്കി PRMTTNSO. അപ്പം ഇതൊരു കൂട്ടം. ബാക്കി 2, 4, 6, 7 ലെറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയായി? 8 ഫാക്ടോറിയൽ. ആ 8 എണ്ണത്തിൽ ഇതൊന്നേ എടുത്തിട്ടുള്ളൂ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആര്? 2 ടി, 2 ഫാക്ടോറിയൽ ഇൻറ്റു ദെൻ ഇവിടെ ബാക്കിയുള്ള വവൽസിൻ്റെ അറേഞ്ച്മെൻറ്റോ 5 ഡിഫറെൻ്റ് ആണ്. ദിസ് 5 ഫാക്ടോറിയൽ. അഥവാ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡിവൈഡ് ചെയ്യണം. ചിലപ്പോൾ ഇവിടെ 2 ചെയ്യണമെങ്കിൽ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എഴുതണം. ആ വവൽസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വവൽസിൻ്റെ റിപ്പീറ്റേഷൻ ഡിവൈഡ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വവൽസ് ഒരുമിച്ചാകുമ്പോൾ ഒരു കൂട്ടമാക്കി എടുക്കുന്നു. അതൊന്ന് ബാക്കി ഡിഫറെൻ്റ് കൗണ്ട് ചെയ്യുക. ദെൻ ടോട്ടൽ എണ്ണുന്നു. ദെൻ അതിൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു ആ വവൽസിന് മാത്രം. മനസ്സിലായോ? യെസ്. അതാണ് അതിൽ പറയുന്നത്. ഇങ്ങനെ മറ്റൊരു ദിവസം നോക്കൂ. അഞ്ച് ബോയ്സും 3 ഗേൾസുമാണ് അവർ വരിയിൽ ഇരുത്താൻ പോകുന്നത്.
ആ വരിയിലിരുത്തുമ്പോൾ രണ്ട് ഗേൾസ് പറയുന്നു, അല്ലെങ്കിൽ ഗേൾസ് പറയുന്നു ഞങ്ങൾ രണ്ട് പേര് ഒരിക്കലും ഒരുമിച്ചിരിക്കില്ല. അങ്ങനെയാണ് എത്ര രീതിയിൽ ഇരുത്താം. അപ്പോൾ രണ്ട് പേര് ഗേൾസ് ഒരുമിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ബോയ്സിൻ്റെ ഇടയിലല്ലേ ഇരിക്കുള്ളൂ. അത് നേരിട്ട് പറയുന്നതിന് പകരമാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത്. അവർ ഇടയിലേ ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യം ആരിരുത്തണം? ബോയ്സിന് ഇരുത്തണം. എന്നിട്ട് ആ ഗ്യാപ്പിലല്ലേ ഗേൾസ് ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബോയ്സ് 5 പേരുണ്ട്, 5 പേര് എവിടെ ഇരുത്താം? അപ്പോൾ ബോയ്സിന് അറേഞ്ച്മെൻറ്റ് 5 ഫാക്ടോറിയൽ. അങ്ങനെ ബോയ്സ് എവിടെയും മാറി മാറി വരാം. അപ്പോൾ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യല്ലേ? ഡിഫറെൻ്റ് 5 പേരല്ലേ? നമ്മൾ ബി നേടിയുള്ളൂ. 5 ബോയ്സ് ആണ്, 5 ബോയ്സ് വേറെ വേറെ ബോയ്സ് അല്ലേ? അപ്പോൾ 5 ഫാക്ടോറിയൽ. പിന്നെ ഗേൾസ് ഇരിക്കാൻ ഒരു ഗേൾ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ സംശയം ഉണ്ടാവും, ചങ്ങായി ആകെ 3 ഗേൾസിലുള്ളൂ, ഇവിടെ എന്തെല്ലാം കൂടി ഈ പൊസിഷനിലൊക്കെ ഇരിക്കാം. അതിന് എവിടെ ഇരുന്നാലും അവരെന്താവില്ല, ഗേൾസ് ഒരുമിച്ചാവില്ല. ഈ പൊസിഷനിലൊക്കെ ഇരിക്കാം എന്നർത്ഥം. ഇവിടെ എവിടെ ഇരുന്നാലും അവർ ഒരുമിച്ചാവില്ല. അപ്പോൾ എത്ര പൊസിഷൻ ഉണ്ടോ? 6 പൊസിഷൻ ഉണ്ടോ ഗേൾസിന് ഇരിക്കാൻ? 6 പൊസിഷനിൽ 3 പേരെ ഇരുത്തിയാൽ പോരെ? 6 സീറ്റ് ഉണ്ട് ഇരിക്കാൻ. 6 സീറ്റിൽ എവിടെ ഇരുന്നാലും ഒരുമിച്ചാവില്ല. അതിൽ 3 പേരെ ഇരുത്തിയാൽ മതി. അപ്പോൾ ഇൻറ്റു 6p3, 6 പേരിൽ 3 പേരെ ഇരുത്തിയാൽ മതി. ഇൻറ്റു 6p3. അതാണ് വളരെ സിമ്പിളാണ്. യെസ്, ഓക്കെ അല്ലേ? ഇനി അതിൽ ട്വിസ്റ്റുള്ള മദർ എന്ന വേർഡ്സിലെ എല്ലാ ലെറ്റേഴ്സും അതിൻ്റെ പരമാവധി വേർഡ്സ് എഴുതുകയാണെങ്കിൽ, അത് 2 ഉപയോഗിച്ച് എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് മാക്സിമം വേർഡ്സ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം മദറിൽ 6 ലെറ്റേഴ്സോ 6 ഫാക്ടേഴ്സ് 720 വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് ആൽഫബറ്റിക് ഓർഡർ, അതായത് ഡിക്ഷണറിയിലേതുപോലെ ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് ഓരോ വേർഡ്സിലും ആ ലെറ്റേഴ്സ് മുഴുവനുണ്ടാവേ. ഓരോ ലെറ്റേഴ്സിലും ഓരോ വേർഡ്സിലും 6 ലെറ്റേഴ്സ് വീതമുള്ള വേർഡ്സ് ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെ എഴുതുകയാണെങ്കിൽ മദർ വരുന്ന എത്രാമത്തെ പൊസിഷനാണ്? അതാണ് ആ ക്വസ്റ്റിന് റാങ്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ വേർഡ് മദർ. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ടായിട്ട് ചെയ്യാം. മദർ ഏത് പൊസിഷൻ, ഏത് സാധനത്തിൻ്റെയും റാങ്ക് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾക്ക് ഈ മദർ എന്ന വേർഡ്സിൻ്റെ ആൽഫബറ്റിക് ഓർഡർ അറിയാമല്ലോ, അതിൻ്റെ റാങ്ക് ചോദിച്ചാൽ ആദ്യം ആൽഫബറ്റിക് ഓർഡറാണ്. ഈ ഓർഡറിലാണ് നമ്മൾക്ക് ഡിക്ഷണറി അറേഞ്ച് ചെയ്യേണ്ടത്. ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് ഇ, ദെൻ എച്ച്, എം, ഒ, ആർ, ടി. ആൽഫബറ്റിക് ഓർഡർ തെറ്റരുതേ. അതറിയില്ലെങ്കിൽ ABCD മുഴുവൻ എഴുതുക, എന്നിട്ട് ഓരോന്നാക്കി എഴുതി നോക്കിയാൽ മതി. അല്ലാതെ ഏതെങ്കിലും ഒരു ലെറ്റർ മാറിയാൽ ആൻസർ മുഴുവൻ തെറ്റും. ദെൻ ഇത് എളുപ്പവഴി എങ്ങനെ? ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6. അതായത് 1 കുറയ്ക്കാം. 1 കുറച്ചാൽ 5. അപ്പോൾ 5 ഫാക്ടോറിയൽ തുടങ്ങാം. 5 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 0 ഫാക്ടോറിയൽ +1. ഷോർട്ട് കട്ടാണ് പറയുന്നത്. നോക്കണം, എളുപ്പമാണ്, എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും, ഫുൾ മാർക്ക് തരും. ദെൻ അപ്പോൾ 5 ഫാക്ടോറിയൽ 7 ആണെങ്കിൽ ഇവിടെ 6ൽ തുടങ്ങും. ഇവിടെ 8 ആണെങ്കിൽ, അതായത് 1 കുറച്ചിട്ട് വരുന്ന ആൻസർ 7 ആണെങ്കിൽ ഇവിടെ 7 തുടങ്ങും. 1 കുറച്ചിട്ട് ആൻസർ 4 ആണെങ്കിൽ 4ൽ തുടങ്ങി 0 ഫാക്ടോറിയൽ വരെ +1. 1 കുറച്ചിട്ട് തുടങ്ങുന്നു. ഇനി വേണ്ടത് മദർ എന്ന വേർഡാണ്. നിങ്ങൾ എഴുതുക ഈ ആൽഫബറ്റിക് ഓർഡറിലല്ലേ ഡിക്ഷണറിയിൽ. അപ്പോൾ ആദ്യ ലെറ്റർ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത് ഏതാ? എം. അപ്പോൾ എം വെട്ടുന്നു. എമ്മിന് മുമ്പിൽ വെട്ടാത്ത എത്ര ഉണ്ട്? 2 എണ്ണം. ഇൻറ്റു 2 പ്ലസ് വെട്ടാത്തത് ഇൻറ്റു പ്ലസ്. അടുത്ത എം കഴിഞ്ഞ് നെക്സ്റ്റ് ആരാ? ഓ വെട്ടിക്കഴിഞ്ഞാൽ അതിന് മുമ്പിൽ വെട്ടാത്തത് 2 എണ്ണം. ഇൻറ്റു 2 പ്ലസ്. ഓ കഴിഞ്ഞാൽ പിന്നെ ആരാ? ടി വെട്ടുമ്പോൾ മുമ്പിൽ വെട്ടാത്തത് ഇൻറ്റു 3 3 എണ്ണം പ്ലസ്. ദെൻ ടി കഴിഞ്ഞ് പിന്നെ ആരാ? എച്ച് വെട്ടിയാൽ വെട്ടാത്തത് അതിന് മുമ്പിൽ 1 പ്ലസ്. എച്ച് കഴിഞ്ഞാൽ പിന്നെ ഇ വെട്ടുമ്പോൾ മുമ്പിലുണ്ടോ? വെട്ടാത്തത് മുമ്പിലുണ്ടോ? ഇല്ല. ഇൻറ്റു 0 പ്ലസ്. ഈ കഴിഞ്ഞാൽ ആറ് മുമ്പിൽ വെട്ടാത്തതുണ്ടോ? ഇല്ല. ഇൻറ്റു 0 +1. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോൾ 6 5 ഫാക്ടോറിയൽ 20 into 2 40. Then 4 ഫാക്ടോറിയൽ 24 into 2. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. 48 + 6 × 3 18 +2 +0 +0 1. ദാറ്റ് ഈസ് 309ാമത്തെ പൊസിഷൻ ആയിരിക്കും. 720 വേർഡ്സ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 309ാമത്തെ പൊസിഷൻ ആയിരിക്കും ആര് വരിക? മദർ വരിക. ആയിട്ട് മനസ്സിലായോ? അതാണ് റാങ്ക് കാണാൻ ഡിക്ഷണറിയിലെ പൊസിഷൻ കാണാനുള്ള എളുപ്പ വഴി. ഞാൻ തിരിച്ചു തരും. എന്ത്? ഒരു വേർഡ് തന്നിട്ട് ഇപ്പോൾ പൊസിഷൻ ഇതാണല്ലോ, പൊസിഷൻ തരും. ആ പൊസിഷനിൽ വേർഡ് അതാ ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് അത് പെർമുട്ടേഷൻ ഫിനിഷ് ചെയ്യാം. നോക്കൂ,
എന്ന വേർഡ്സിൽ അഗെയിൻ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ആൽഫബറ്റിക് ഓർഡർ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിക്ഷണറിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 50ാമത്തെ വേർഡ് ഏതാ ചോദിച്ചത്. നമുക്ക് നേരത്തെ പോലെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. നേരത്തെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാമെന്ന നമുക്ക് വേർഡ്സ് അറിയാം, ലെറ്റേഴ്സ് അറിയാം. അപ്പം നമുക്ക് ആ ലെറ്ററാണ് വെട്ടേണ്ടതെന്ന് അറിയാം. ഇവിടെ നമുക്ക് ലെറ്റർ അറിയില്ല. 50ാമത്തെ പൊസിഷനിൽ വരുന്ന വേർഡ്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ എഗെയിൻ ആൽഫബറ്റിക് ഓർഡർ ഇങ്ങനെയല്ലേ, AAGIN. അപ്പം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ ഡിക്ഷണറിയിൽ എഴുതുന്ന ആ വേർഡ്സിലെ ലെറ്റേഴ്സ് തുടങ്ങുന്നത് ഫസ്റ്റ് ഏതിലായിരിക്കും? ഏലല്ലേ തുടങ്ങുക. ഇതിലാകെ ഉള്ളൂ ഫസ്റ്റ്. ഏലാണ് ആദ്യം തുടങ്ങുക നിങ്ങൾ എഴുതുന്ന വേർഡ്സ് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ. ഫസ്റ്റ് 7 തുടങ്ങും. 7 തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെറ്റർ 7 തുടങ്ങുമ്പോൾ ബാക്കി 4 ലെറ്റർ മാറി മാറി എഴുതാം. ഫിക്സഡ് ആക്കി വെച്ച് ഫസ്റ്റാണ്, ബാക്കി 4 ലെറ്റർ മാറി മാറി എഴുതാം. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റോ ഫോർ ഫാക്ടോറിയൽ അല്ലേ. 24 24 വേർഡ്സ് 7 കഴിഞ്ഞു. നമുക്ക് 50ാമത്തേതാണ്. 24 വേർഡ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും 7 വിചാരിച്ച് 7 എഴുതരുത്. കാരണം 7 എല്ലാ വേർഡും എഴുതി. 7 തുടങ്ങുന്ന എല്ലാ വേർഡ് എഴുതി. ഡിക്ഷണറിയാണെന്ന് ബോധം വേണം. അന്തം വിട്ട് എഴുതരുത്. 7 എല്ലാ വേർഡ്സ് എഴുതി. പിന്നെ ഏതിലാ തുടങ്ങുള്ളൂ? ജിയിലാണ്. ജിയിൽ എഴുതുമ്പോൾ ജി ഫിക്സ്ഡ്, ബാക്കി AAIN. ഇത് ഈ 4 ഓർഡർ എന്നല്ല, ഇവർ പരസ്പരം എങ്ങനെയും വരാം. ഈ ജി തുടക്കമായിരിക്കും. ബാക്കി അറേഞ്ച്മെന്റ് ഫോർ ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. എവിടെ 2 വന്നത്? 2A. ദാറ്റ് ഈസ് 12. അപ്പോൾ 36 വേർഡ്സായി. കഴിഞ്ഞിട്ടില്ല 50ാമത്തെ. ദെൻ ഇവിടെ I തുടങ്ങും. അടുത്തത് സ്റ്റാർട്ട് വിത്ത് I. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ A കഴിഞ്ഞു, നെക്സ്റ്റ് G കഴിഞ്ഞു. ഇനി ഡിക്ഷണറിയിൽ Iലല്ലേ തുടങ്ങാം. ആ വേർഡ്സേ ഉള്ളു, ആ ലെറ്റേഴ്സേ ഉള്ളെങ്കിൽ Iലല്ലേ തുടങ്ങാം. അപ്പോൾ Iൽ തുടങ്ങുമ്പോൾ AAGN. Again for factorial by 2 factorial 12. that is 48 വേർഡായി. 48 വേർഡ്. ഇനി Nൽ ഇതുപോലെ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ 50ാമത്തെ വേർഡ് കഴിയും. അപ്പം നമുക്ക് 50ാമത്തെ വേർഡ് ഏതിലാന്ന് ഉറപ്പായി? Nലാന്ന് ഉറപ്പായി. 2 വേർഡ്സ് എഴുതിയാൽ പോരെ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ കറക്റ്റ് ഓർഡറിൽ ആ വേർഡ്സ് എഴുതിയാൽ 49ാമത്തെ വേർഡോ 49ാമത്തെ വേർഡ് Nലാണ് തുടങ്ങുക. മനസ്സിലായി? ഫസ്റ്റ് ലെറ്റർ N. ഇനി അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ N ഈ ആൽഫബറ്റിക് ഓർഡറിലല്ലേ പോവാ. കാരണം ഇത് AAGIN ആ ഓർഡർ തന്നെ എഴുതണം. NAAGI NAAG. ഇത് 49ാമത്തെ. ഇനി 50ാമത്തെ വേർഡ് ഏതാണെങ്കിലോ, എവിടെ ഒരു വേർഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വേർഡ് ഏത് ലെറ്റർ മാറാ? ലാസ്റ്റ് 2 ലെറ്റർ മാറി കളിക്കും. ആ 2 ലെറ്റർ മാറി കഴിഞ്ഞാൽ അവസാനത്തെ 3 ഓർഡറിൽ മാറുള്ളൂ. അപ്പം ലാസ്റ്റ് 2 ലെറ്റർ മാറിയാൽ NAAIG. അതാണ് 50ാമത്തെ വേർഡ്. മനസ്സിലായോ? ലാസ്റ്റ് 2 ലെറ്റർ മാറി കളിക്കുന്നു. അതാണ് 50ാമത്തെ വേർഡ്സ് കാണുന്ന രീതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പല ഇമ്പ്രൂവ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പെർമ്യൂട്ടേഷനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. ഫാക്ടോറിയൽ വെച്ചുള്ള ക്വസ്റ്റനൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് കാര്യമാക്കി ഇമ്പോർട്ടൻസ് കൊടുക്കണ ആവശ്യമില്ല. ക്വസ്റ്റൻ തരും, അതിന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ നിങ്ങൾ അറിയേണ്ടത്. പിന്നെ അതിന് നിങ്ങൾക്ക് ഈ പെർമ്യൂട്ടേഷൻ ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ലെറ്റേഴ്സ്, അതായത് ഡിജിറ്റുകൾ ഉപയോഗിച്ച് എത്ര 3 ഡിജിറ്റ് ഉണ്ടാക്കാം എന്ന രൂപത്തിൽ ക്വസ്റ്റൻ വരാം. ആ ഒരു ക്വസ്റ്റൻ കൂടി നോക്കാം. എന്നിട്ട് പെർമ്യൂട്ടേഷൻ ഫിനിഷ് ഉണ്ടാക്കാം. ഈ 6 നമ്പർ തന്നിട്ട് എത്ര 3 അക്ക നമ്പർ ഉണ്ടാക്കാം? ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തത് 2 കേസും കാണണം. 3 അക്ക നമ്പറാണ്. അപ്പം നിങ്ങൾ ആക്ച്വലി 3 അക്ക നമ്പർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഡിജിറ്റുകളുടെ എണ്ണം പറയുമ്പോൾ ഡിജിറ്റുകൾ എത്ര ഡിജിറ്റ് ഉപയോഗിച്ചുള്ള നമ്പർ കാണാൻ പറഞ്ഞാലും നിങ്ങൾ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഈ രൂപത്തിൽ എങ്ങനെയാ? 3 ഡിജിറ്റ് ആണല്ലോ. അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ ഈവൺ നമ്പറോ ഓഡ് നമ്പർ ആണെങ്കിൽ ആദ്യം ഈ പൊസിഷൻ ഫില്ല് ചെയ്യണം. കാരണം ഈവണോ ഓടോ തീരുമാനിക്കും ഇവിടെ അല്ലേ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എവിടെയും തുടങ്ങാം. അപ്പോൾ ഇവിടെ 6 ഡിജിറ്റ് ഉണ്ട്. 6 ഏതും ഇവിടെ ഉപയോഗിക്കാം. ഈ 6 ഉദ്ദേശിച്ചത് ഈ 6 എന്നല്ല, 6 ഡിജിറ്റുകളുണ്ട്. 6ഉം ഏതും ഇവിടെ ഉപയോഗിക്കാം. 6 ചോയ്സ് ഉണ്ടെന്നർത്ഥം. 6 ചോയ്സ് ഉണ്ട്. ആ ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യാത്ത കേസിലാണെങ്കിൽ കനോട്ട് ബി റിപ്പീറ്റഡ് ആണെങ്കിൽ ഇവിടെ ആ നമ്പർ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എത്ര ചോയ്സ് ഉണ്ടാവും? 5. ഇവിടെ ഒരു നമ്പർ ഉപയോഗിച്ചു, ഇവിടെ നമ്പർ ഉപയോഗിച്ചു. ഇനി എത്ര ചോയ്സ് ഉണ്ടാവും? 4 അല്ലേ. അതാണ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഇൻഡു ചെയ്യും. അതെല്ലാം ഒരു ചോയ്സിന് എണ്ണമാണ്, അല്ലാതെ ഈ നമ്പറുകളല്ല. ഇത് ചോയ്സിന് എണ്ണമാണ്. ഇത് നീ ഓർഡറിൽ എഴുതാമെന്നല്ല, ചോയ്സ് കുറച്ച് എഴുതാന്നർത്ഥം. അത് ഇൻഡു ചെയ്യുമ്പോൾ 120 ഇൻഡു ചെയ്യാണ് വേണ്ടത്. ഇതിന് ഇൻഡു ചെയ്യാണ് വേണ്ടത്. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന കേസാണെങ്കിലോ ഇവിടെ 6 ചോയ്സ്. അതേ നമ്പർ എല്ലാം ഇവിടെ ഉപയോഗിച്ചൂടെ? ഇവിടെ ഉപയോഗിച്ചു, ഇവിടെ ഉപയോഗിക്കാം.
ഒഴിവാക്കുന്നില്ലല്ലോ. 6 216 എന്ന് വരും. അഥവാ 0 ഉണ്ടെങ്കിൽ 0 ഈ പൊസിഷനിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൂടി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അതാണ് അതിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട പെർമ്യൂട്ടേഷനിലെ കാര്യങ്ങൾ. യെസ്, അപ്പോൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ തരും, അത് ചെയ്ത് നോക്കണം. അടുത്ത പാർട്ട് കോമ്പിനേഷൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.